നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ബേസിക് പ്രോഗ്രാമിനെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് അതിൻ്റെ സബ് പ്രോഗ്രാമൊക്കെ വരുമ്പോഴാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ അന്ന് നമ്മൾ ഉപയോഗിച്ച അതേ ഡ്രോയിങ് തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആ ഡ്രോയിങ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിന്നും പറയാൻ പോകുന്നത്. അത് ഒരു സബ് പ്രോഗ്രാം രീതിയിൽ ആ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് മെഷീനിൽ എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് Z-10 അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. മെഷീനകത്ത് ആ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റില്ല. മെഷീനകത്ത് നമ്മൾ സാധാരണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 1 mm ഡെപ്ത് കൊടുക്കും, അല്ലെ 0.5 കട്ട് കൊടുക്കും, 0.2 കട്ട് കൊടുക്കും. അങ്ങനെയുള്ള കട്ടുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോർമലായിട്ട് മെഷീനിൽ കൊടുക്കാറുള്ള ഇതിപ്പോൾ അലൂമിനിയത്തിൻ്റെ ബ്ലോക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെ 0.5 കട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 1 mm ഡെപ്ത് ഓഫ് കട്ട് വെച്ചിട്ട് ഉള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് സബ് പ്രോഗ്രാമിംഗ് വരുമ്പോൾ ഉള്ളൊരു 2-3 കാര്യങ്ങൾ, അതായത് കോഡ്സുകളെ പറ്റി പഠിക്കണം. ഒരു 2 M കോഡുകളെ പറ്റി പഠിക്കണം. M98ഉം M99ഉം. ഈ 2 കോഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? M98 എന്ന് പറഞ്ഞാൽ സബ് പ്രോഗ്രാം കോൾ. സബ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് M98 ഉപയോഗിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഓൾട്ടർനേറ്റീവായിട്ട് M99 വരുമ്പോൾ സബ് പ്രോഗ്രാം എൻഡ്. അതിൻ്റെ കൂടെ ഒരു 2 ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. P എന്ന് പറഞ്ഞാൽ സബ് പ്രോഗ്രാമിൻ്റെ അഡ്രസ്. L എന്ന് പറഞ്ഞാൽ റിപ്പീറ്റബിലിറ്റി. ഈ M98 M99 കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം സബ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടപ്പോൾ M98 യൂസ് ചെയ്യുന്നു, M99 ഉപയോഗിച്ച് അത് ക്ലോസ് ചെയ്യുന്നു. P എന്ന് പറഞ്ഞാൽ സബ് പ്രോഗ്രാം അഡ്രസ്സ് വരുന്നത്. ഈ പിയുടെ കാര്യം പറയും. ഈ പിയുടെ കാര്യം പറഞ്ഞാൽ ഈ P നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ മാത്രമായിരിക്കും നമ്മൾ ഈ P യൂസ് ചെയ്യുന്നത്. സബ് പ്രോഗ്രാം നമ്മൾ പ്രത്യേകം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ O ചേർത്ത് തന്നെ ആയിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. സാധാരണ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ആ O ചേർത്ത് തന്നെ ആ 4 അക്ക നമ്പറുകൂടെ ചേർത്തായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രോഗ്രാം ഇപ്പം ഒരു 2000 ആണെങ്കിൽ ഒരു 2001 ആയിരിക്കും സബ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ L റിപ്പീറ്റബിലിറ്റി, അതായത് ആവർത്തനം. ഇതാണ് നമ്മുടെ ഡെപ്ത് ഓഫ് കട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു -1 mm വെച്ചാണ് നമ്മൾ കട്ടെടുക്കുന്നത്. 10 mm നമുക്ക് ഏകദേശം കട്ടെടുക്കണം. അപ്പം നമ്മളൊരു L10 ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ മുൻപ് എഴുതിയ ആ പ്രോഗ്രാം തന്നെ നമുക്ക് എഴുതാം. അതിനുശേഷം ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് വേണം. അത് ഞാൻ പറയാം വരുന്ന വഴിക്ക്. O0001 end of block, N1 end of block, G90, G40, G49, G70, G21, G80 end of block, G91, G28, Z0 end of block, M06, T01, അത് കഴിഞ്ഞ് G00, G90, G54, X050 end of block, ഇൻസേർട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ടൂള് 50 mm മേലെ വരുന്നു. G00, നമ്മുടെ ടൂള് 50 mm മേലെ വരുന്നത്. G43 അറിയാമല്ലോ, G43, Z50, H1, M03, S2000. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഇത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നമ്മുടെ ഇവിടെയുള്ള സേഫ് പൊസിഷനിലേക്ക് പോകുന്നു. G00, X-70, Y0 എൻഡ് ഓഫ് ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെപ്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഡെപ്തിലേക്ക് വരുമ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ G00
ഇസഡ് മൈനസ് 10 ആണ് ഇവിടെ കൊടുക്കുന്നത്. Z0 Z0യിലേക്ക് വന്നിട്ടായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇസഡ് മൈനസ് 10 ആയിരുന്നു കൊടുത്തത്. ഇവിടെ Z0 കൊടുത്ത് നമ്മൾ M08 ഇവിടെ കൂളൻ്റ് ഓണാക്കി. ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ സബ് പ്രോഗ്രാമിൻ്റെ ലൈനാണ് എഴുതേണ്ടത്. സബ് പ്രോഗ്രാമിൻ്റെ ലൈൻ എഴുതാതെ നമ്മുടെ സാധാ പ്രോഗ്രാം എഴുതുന്നത് പോലെ നമ്മൾ പോയാൽ നമുക്ക് അതിനകത്ത് ഒരു ചെറിയ ലൈൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. എന്നാലും നമുക്ക് ആ സബ് പ്രോഗ്രാമിൻ്റെ ലൈൻ ഇപ്പോൾ തന്നെ നമുക്ക് എഴുതിയെടുക്കാം. M98 P0002 L10. ഈ ഒരു ലൈനെ ഈ മെയിൻ പ്രോഗ്രാമിനകത്ത് ഒരു ചെറിയ മാറ്റം എന്ന് പറയാൻ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. കണ്ടേ, ഈ ഒരു ലൈൻ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് സബ് പ്രോഗ്രാം വന്നു. എന്താണ്? M98 സബ് പ്രോഗ്രാം കോൾ. അതായത് ഇതിനകത്ത് സബ് പ്രോഗ്രാം ഉണ്ട്. P0002 സബ് പ്രോഗ്രാമിൻ്റെ നമ്പർ 02 ആണ് സബ് പ്രോഗ്രാമിൻ്റെ നമ്പർ. L10 അതായത് 10 തവണ ഈ പ്രോഗ്രാം ആവർത്തിക്കണം. അപ്പോൾ അതായത് ഇനി ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ എഴുതണം. സബ് പ്രോഗ്രാം ഒരെണ്ണോട് എഴുതണം. അത് 10 തവണ ആവർത്തിക്കണം. G00 Z50 M09 എൻഡ് ഓഫ് ബ്ലോക്ക്. അതായത് ഈ ലാസ്റ്റ് നമ്മൾ ഈ കട്ടിങ് സൈക്കിൾ എല്ലാം എഴുതുന്നത് സബ് പ്രോഗ്രാമിലാണ്. പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ടൂള് പോകേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. 91 G28 Z0 ബ്ലോക്ക് M0. അതിന് ബാക്കിയുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ളത് അങ്ങോട്ട് തന്നെ എഴുതാണ്. M05 ബ്ലോക്ക് M30. ഇപ്പോൾ ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് M05 കൊടുക്കാം. അല്ല തൊട്ട് അടുത്ത വഴിയിൽ M05 മാത്രമായിട്ട് കൊടുക്കാം. M30 പ്രോഗ്രാം എൻഡ്. അതായത് സ്പിൻഡിൽ ഓഫ് ചെയ്യുന്നത് ഈ ലൈനിൽ തന്നെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ലൈനിലായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് M30 പ്രോഗ്രാം എൻഡ് റീവൈൻഡ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വരി മാത്രമേ ഉള്ളൂ ഞാൻ പുതിയതായിട്ട് എഴുതിയേക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. M98 സബ് പ്രോഗ്രാം കോൾ ചെയ്യുന്നു. P0002 സബ് പ്രോഗ്രാമിൻ്റെ നമ്പർ കൊടുത്തു. L10. അപ്പം ഇതാണ് നമ്മുടെ ബേസിക് പ്രോഗ്രാം. ഈ വരുന്ന സബ് പ്രോഗ്രാം വരുന്ന ഈ പ്രോഗ്രാമിൻ്റെ അകത്തെ ഫസ്റ്റ് പ്രോഗ്രാം, അതായത് ബേസിക് പ്രോഗ്രാം വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിനകത്തെ സബ് പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഒരൊറ്റ വരി മാത്രമേ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരൊറ്റ വരി. ബാക്കിയെല്ലാം നിങ്ങൾ ഈ ഡ്രോയിങ് വെച്ച് തന്നെയാണ് കഴിഞ്ഞ വീഡിയോ കണ്ടത്. അപ്പോൾ അതിനകത്ത് നിന്ന് യാതൊരുവിധ മാറ്റവുമില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് വരി സ്കിപ്പ് ആവുന്നുണ്ട്. അത് കട്ട് വരുന്ന വരികളാണ്. അത് നമ്മൾ വീണ്ടും ഇപ്പോൾ സബ് പ്രോഗ്രാമിലേക്ക് എഴുതുന്നതായിരിക്കും. O0002 മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. അതായത് പിയുടെ കാര്യം. പി നമ്മൾ 2 ഇവിടെ എഴുതിയല്ലോ, 0002. അത് മെയിൻ പ്രോഗ്രാമിൽ മാത്രമേ എഴുതൂ. സബ് പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലും പ്രോഗ്രാമിൻ്റെ ഐഡൻറ്റിറ്റി ഓയിൽ തന്നെ നമ്മൾ എഴുതണം. അതുകൊണ്ട് O0002. അതുകൊണ്ട് G00 G90 X-70 നമ്മൾ കൊണ്ടുവരുത്തി. X-70 Y0 എൻഡ് ഓഫ് ബ്ലോക്കിൽ കൊണ്ടുവന്ന് നമ്മൾ നിർത്തി അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് G00 G91 Z-1 എൻഡ് ഓഫ് ബ്ലോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ Z-10 ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇവിടെ Z-1. കാരണം എല്ലിന് 10 നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. -1 × 10 എന്ന് പറഞ്ഞാൽ -10 തന്നെയാണ്. അറിയാമല്ലോ. -1 × 10 -10 തന്നെ. ആ -10 ഇത് 10 സൈക്കിൾ ആകുമ്പോഴത്തേക്ക് -10ലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് -1 ആണ് ഇത്. കറക്റ്റ് നമുക്ക് അലൂമിനിയം പീസ് ആയിട്ട് -1 കൊടുക്കാം. കുറച്ചുകൂടെ ഹാർഡാണെങ്കിൽ നമ്മൾ 0.5 കട്ട് കൊടുക്കുന്നത്.
ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പീസുകൾ, അതായത് നല്ല ക്വാളിറ്റിയുള്ള SS-ൻ്റെ പീസുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ 0.2, 0.3 കട്ട് കൊടുക്കാറുണ്ട്. G01, G90, G42 കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റിലേക്ക് പോകുന്നു. X-40, Y0, D1, F100. ഇത് കണ്ടിന്യൂഷനാണ്. ഇത് ഫസ്റ്റ് പോയിന്റ് വന്നത് മനസ്സിലായല്ലോ. നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യം എഴുതി അതേ വഴി തന്നെ. ഇപ്പം ഇതിനകത്തൊരു G90 ചേർക്കേണ്ടി വന്നത്, ഇവിടെ ഒരു G91 വന്നു. ഈ G91 കുറിച്ച് ഞാൻ വിട്ടുപോയതല്ല. ഇവിടെ ഈ G90 വരുമ്പോൾ നിങ്ങൾക്ക് ഈ G91 വന്നതിൻ്റെ കാര്യം മനസ്സിലാവും. G91 എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റൽ മെത്തേഡാണ്. നിന്ന സ്ഥലത്ത് നിന്ന് -1 mm, അതായത് കഴിഞ്ഞ പ്രോഗ്രാമിൽ എവിടെ നിന്നോ അവിടെ നിന്ന് പിന്നെയും -1 mm. ഇപ്പം ഇത് വിചാരിക്കുക, ഇതാണ് നമ്മുടെ പീസ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ -1 കൊടുത്തപ്പോൾ ഏകദേശം ഇവിടെയാണ് നിന്നിരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സൈക്കിൾ വരുമ്പോൾ -1 കൊടുക്കുമ്പോൾ ഏകദേശം ഇവിടെയാണ് വരുന്നത്. കാരണം ഇതൊരു -2 ഉള്ളതെന്ന് വെച്ചു, ആ ഒരു വ്യത്യാസം വരും. അതിന് ഇൻക്രിമെൻ്റൽ നിന്ന സ്ഥലത്ത് നിന്ന് ഉള്ള വാല്യൂ മാറ്റം വരുന്നു. അതാണ് G91 യൂസ് ചെയ്യുന്നത്. ആ G91 അവിടെ യൂസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ G90 കൊടുത്തത്. അതായത് വീണ്ടും അബ്സല്യൂട്ടിലേക്ക് സബ് പ്രോഗ്രാം മാറണം. അതായത് ഈ വാല്യൂസ്, ഈ പോയിന്റ്സ് എല്ലാം, കോർഡിനേറ്റ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത് അബ്സല്യൂട്ടില്ല. ഇൻക്രിമെൻ്റൽ എടുത്താൽ വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് G91 തന്നെ പ്രോഗ്രാം എഴുതാം. നമ്മൾ അബ്സല്യൂട്ടിൽ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ബാക്കി കൊടുക്കുന്നു. G01, X-40, Y-30. G01, X-40, Y-30, G01, X-40, Y-30, G01, X-40, Y-30 കൊടുത്തിട്ട് G01, X-40, Y0 ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തി. ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടൂള് വെളിയിലോട്ട് എടുക്കുക. G01, G40, X-70, Y0, X-70 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതെ, ഇത് കൊടുത്തു. M99, അതായത് സബ് പ്രോഗ്രാം എൻഡ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഇതിന് ശേഷമുള്ള വരികളെല്ലാം നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാമുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കും. ഇതിനകത്ത് ഇതൊരു എക്സ്ട്രാ വന്ന വരിയാണ്. അതായത് ഈ ഒരു വരി എക്സ്ട്രാ വന്നതാണ്. മറ്റേ ആ പ്രോഗ്രാമിനകത്ത് തന്നെ ആ വരികളുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ ഈ ഒരു M99 എക്സ്ട്രാ ആണ്. ബാക്കി കോർഡിനേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിനകത്തൊരു G90 എക്സ്ട്രാ ആയിട്ട് വന്നു. പിന്നെ ഇവിടെ ഒരു G91, Z-1. ഇങ്ങനെ കുറച്ച് സാധനങ്ങളെ വന്നുള്ളൂ. ഈ കുറച്ച് കാര്യങ്ങൾ, ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ, മറ്റേ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ ഒരു വരി, ഈ ഒരു മാറ്റം വന്നപ്പോഴത്തേക്ക്, അതായത് ഡയറക്റ്റായിട്ട് 10 mm ഇവിടെ കട്ട് എടുക്കേണ്ടതിന് പകരം പതുക്കെ തന്നെ ഇങ്ങനെ 10 തവണയായിട്ടാണ് ഈ ഫുള്ള് ചുറ്റി കട്ടെടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്രോഗ്രാം കൃത്യമായ ഒരു പ്രോഗ്രാമാണ്. ഇത് നിങ്ങളൊരു CNC മെഷീനിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യമായ ഈ ഒരു അളവിലാണ് നിങ്ങൾ, അത് ഓഫ്സെറ്റ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിക്വയർഡ് ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. നന്ദി, നമസ്കാരം.